നമ്മൾ പൊതുവെ എല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ സിനിമയും കാണുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കാം, സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ടൊബാക്കോ കാരണം ക്യാൻസർ വരുമെന്ന് കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുള്ള ചില ദൃശ്യങ്ങളുമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, ഈ ടൊബാക്കോ, സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാരണവശാൽ ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായിലെ ക്യാൻസർ വരാമോ? വരാം, തീർച്ചയായും വരാം. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, ഇപ്പോൾ യങ് പേഷ്യൻസ്, അതായത് അധിക പ്രായമില്ല, ഒരു 20-30 വയസ്സുകൾ, അല്ലെങ്കിൽ ഫീമെയിൽ പേഷ്യൻസ്, അതും പ്രത്യേകിച്ച് പ്രായവും കാര്യങ്ങളൊന്നുമില്ല, കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ, വായിലെ ക്യാൻസർ, അത് ടൊബാക്കോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ അങ്ങനെ ഒന്നും കാരണം കൊണ്ടുള്ളതല്ല. ഇങ്ങനത്തെ രോഗികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പൊതുവേ കാണുന്നതാണ് അവരുടെ വായിൽ ഒരു കേടുവന്ന പല്ലുകൾ കൊണ്ട് ഷാർപ്പായിട്ടുള്ള ഒരു ഇഞ്ചുറി വായിൽ. അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നാവിലാണ്. നാവിൻ്റെ അടിഭാഗം, പിന്നെ കവിളിൽ. അപ്പോൾ ഈ മുറിവുകൾ, ഈ അൾസറുകൾ ഇത് ഉണങ്ങാതെ ഒരു 2 ആഴ്ചയിലൊക്കെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഇതേ കേടുവന്ന പല്ലുകളാവാം, ചിലപ്പോൾ ഡെഞ്ചർ സെറ്റായിരിക്കാം, അതിനെ വീണ്ടും വ്രണപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ആ കോശങ്ങൾ ക്യാൻസറിലോട്ട് മാറാൻ ഉള്ള റിസ്ക് വളരെ അധികമാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വായിൽ സിമ്പിളായിട്ടൊരു മുറിവ് വരികയാണെങ്കിൽ ഒരു 2 ആഴ്ച വരെ നമുക്ക് കാത്തു നിൽക്കാം. അത് കഴിഞ്ഞിട്ടും അത് ഉണങ്ങുന്നില്ലെങ്കിൽ ഉടനെ അടുത്തൊരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടതാണ്. ഇത് ചിലപ്പോൾ ഒരു ക്യാൻസറിന് കാരണമായേക്കാം. ഇതേ അസുഖങ്ങൾ വളരെ തുടക്കത്തിൽ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഏകദേശം 100% നമുക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താനും സാധിക്കും.